അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ശനിയാഴ്ചയാണ്, തേജപ്പൻ്റെ ക്ലാസ്സില്ല. വിൻഷാട്ടിന് ഇന്ന് പാലക്കാടാണ് വർക്ക്. അപ്പോൾ 8:30 ആകുമ്പോൾ പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ സമയം ഞാൻ 6:30 ആകുമ്പോഴാട്ടത് എനിക്കിത് 5:30 എണീക്കാൻ തന്നിട്ടില്ല. തേജുവിന് ക്ലാസ്സില്ലല്ലോ. പിന്നെ വിൻഷാട്ടിനായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വിൻഷാട്ടിനെ പുറപ്പിടിച്ച് വിടേണ്ട ആവശ്യമില്ലല്ലോ. ഫുഡ് എന്തെങ്കിലും ആക്കിയാൽ പോരെ. അപ്പോൾ ഞാൻ 6:30 ആകുമ്പോഴേ നീച്ചിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ സമയം 6:45 ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ബാത്റൂമിലൊക്കെ പോയി പല്ലൊക്കെ തേച്ച് ഫേസൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കിയിട്ടാണ് പോന്നേക്കണത്. വീഡിയോ എടുക്കണ കാരണം ലിപ് ബാം ഇട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തിട്ടാണ് പോന്നേക്കണത്. വേറെ മേക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ലിപ് ബാം ഞാൻ രാവിലെ ഇടാറുണ്ട്, ഭയങ്കര ഡ്രൈ ആവുന്നുണ്ട് അതുകൊണ്ട്. അപ്പോൾ നമ്മൾ നേരെ കിച്ചണിലേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഞാൻ വെറുതെ ഡേ ഇൻ മൈ ലൈഫ്, കുറേ പേര് ഡേ ഇൻ മൈ ലൈഫ് എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഫുള്ള് കവർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എടുക്കും, അല്ലെങ്കിൽ തേജപ്പം എനിക്കണ വരെയോ എന്തെങ്കിലുമൊക്കെ എടുക്കുന്നു. ഇന്നത്തെ ഒരു ഇത് എടുക്കും അങ്ങനെ. അപ്പോൾ ഞാൻ എന്തായാലും ഉമ്മറത്തെ വാതിലൊക്കെ ഒന്ന് തുറന്നു നോക്കട്ടെ ഏട്ടാ. കാരണം എന്നും ഉമ്മറത്തെ വാതിൽ തുറക്കാൻ പോകുമ്പോൾ ഇരുട്ടായിട്ടാണ് കാണാറ്. നേരം വെളുത്തിട്ടുണ്ടാവില്ലല്ലോ. എൻ്റെ വഴിക്കൊന്നും അവിടെ ജനലയുടെ അവിടെയൊക്കെ പോയി നോക്കുമ്പോൾ ഇരുട്ടാ പുറത്തേക്ക് കാണാറ്. ഞാൻ ലൈറ്റ് ഇട്ടൊക്കെയാണ് ചെയ്യാറ്. പക്ഷെ ഇന്ന് നേരം ഇങ്ങനെ വെളുത്ത് വരുന്നുണ്ട്. നല്ല രസമല്ല നേരം വെളുത്ത മഞ്ഞൊക്കെ വരുന്ന ഒരു ക്ലൈമറ്റ്. നോക്കി നോക്കാട്ടെ അങ്ങനെ വന്നിട്ടുണ്ടോന്നും. അതിന് നല്ല സൂര്യനെ കുതിച്ച് വന്നിട്ടുണ്ടോ എന്തോ. ഇപ്പം ഞാൻ കിടക്കാൻ പോണേക്കാൻ മുന്നേ രാത്രി ഉണ്ടല്ലോ സോഫയുടെ കവർ വിരിച്ചിടും. കാരണം നമ്മൾ ഇന്ന് രാവിലെ എനിക്ക് വരുമ്പോൾ സോഫയിൽ കവറില്ലാത്തതുകൊണ്ട് എൻ്റെ എപ്പോഴും ഇങ്ങനെ നീറ്റായിട്ടല്ലേ കിടക്കുക. വേറെ ചുളിഞ്ഞിട്ടോ മറന്നിട്ടോ ഒന്നും കിടക്കില്ലല്ലോ. അപ്പോൾ ഇവർ വിൻഷാട്ടിനും തേജ് ഞങ്ങളൊക്കെ ഇരുന്നിട്ട് ആകെ തന്നെ ചിലപ്പോൾ ചുരുണ്ട് മടങ്ങിയിരിക്കും. അപ്പോൾ രാവിലെ എനിക്ക് വരുമ്പോൾ ഇതിങ്ങനെ ചുരുണ്ട് മടങ്ങി വൃത്തികേടായിട്ടിരിക്കണാണ് ഇപ്പം എൻ്റെ നെഗറ്റീവ് ഫസ്റ്റ് അടിക്കും. അപ്പോൾ ഞാനിപ്പോൾ കിടക്കണേക്കാൻ മുന്നേ ഞങ്ങൾ സോഫയുടെ കവറൊക്കെ വിരിച്ചിടും. അങ്ങനെ കറക്റ്റ് നീക്കാട്ടെ ഒരു മിനിറ്റ്. ഞാൻ ട്രൈപോഡ് എടുക്കുന്നുണ്ട്. ഇവിടെ ട്രൈപോഡ് ഉണ്ടല്ലോ പണി തന്നിട്ടുണ്ട്. എന്തുണ്ടായണാവോ നമ്മളിതിങ്ങനെ മറ്റേത് എനിക്ക് ട്രൈപോഡിൽ ഫോൺ വെച്ചാൽ ഇവിടെ ഒരു പിടി കണ്ടില്ല ഇങ്ങനെ എടുക്കാൻ. ഇതിങ്ങനെ എടുത്താൽ ഇങ്ങനെ നടന്നാൽ മതി. എവിടെ യൂസ് ചെയ്തിട്ട് അവിടെ കൊണ്ട് ഇങ്ങനെ വെച്ചാൽ മതി. ഇതിനിപ്പോൾ മൊത്തത്തിലൊരാട്ടം വന്നിരിക്കുന്നു. പിന്നെ ഈ ക്ലിപ്പ് ഇടയ്ക്ക് അഴിഞ്ഞു പോരുന്നുണ്ട്. ഇപ്പോൾ ഫോണ് വീണാലോ, അതുകൊണ്ട് എനിക്ക് ട്രൈപോഡ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കണം. അപ്പോൾ നമുക്ക് തുറന്നു നോക്കാട്ടോ. നാളെ നായ്ക്കൾ വീണ്ടും വന്നൂലോ, അതുകൊണ്ട് ഇപ്പം ഞങ്ങളിത് ലൈറ്റ് ഇട്ടേക്കുക. ഇപ്പം വരുന്നത് കാണാനില്ല കേട്ടോ. ഇത് ഇട്ടേക്കുണ്ട്. ഇപ്പോൾ നേരം വെളുത്ത് വന്നിട്ടുള്ളൂ. 6:30 അമ്പലത്തിലെ പാട്ട് നിൽക്കും കേട്ടോ. അതാണ് അമ്പലത്തിലെ പാട്ട് കേൾക്കാത്തത്. പിന്നെ മൂക്ക് അടയുന്നുണ്ട്, സൗണ്ടൊക്കെ പോകുന്നുണ്ട്. നല്ല രസമാണ്. പക്ഷെ ഇത്തിരി കൂടി നേരത്തെയാണെങ്കിൽ കുറച്ചും കൂടി രസമായി കിടന്നു. മഞ്ഞിൻ്റെ ഒരു ഇതൊക്കെ പോയിക്കിടൂ. മിറ്റടിക്കണം രാവിലെ. തേജുവിന് ക്ലാസ് ഇല്ലല്ലോ. അപ്പോൾ എന്തായാലും നേരെ നമുക്ക് ചായപ്പണി തുടങ്ങാവേ. അങ്ങനെ ഇതേ വാതിലൊക്കെ അടച്ചിട്ട് ഞാൻ നേരെ കിച്ചണിലേക്കായിട്ട് പോണത്. പുറത്തെ ലൈറ്റും കെടുത്തും. അപ്പോൾ ഇനി ഞാൻ മാത്രമല്ല ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വാതിൽ അടച്ചിടാറുണ്ട്. അങ്ങനെ കിച്ചണിൽ കയറി ആദ്യം തന്നെ ചായക്കുള്ള വെള്ളം, ചോറിനുള്ള വെള്ളം, അങ്ങനെയുള്ള പരിപാടിയൊക്കെ ആയിട്ട് തുടങ്ങണത്. തലേന്ന് ഞാൻ ഒന്നും റെഡിയാക്കി വെച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലും കരിയലും പിടിക്കലൊക്കെ തലേന്ന് എല്ലാം വെക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ എന്ത് ചെയ്യുന്നൊരു പ്ലാൻ ഇല്ലാണ്ട് നടന്നുട്ടാണ് ഇന്നലെ കിടന്നത്. രാവിലെ എനിക്ക് വെക്കാം. പിന്നെ ദോശയ്ക്കുള്ള മാവ് ഓൾറെഡി നമ്മുടെ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചായക്കൊന്നും പറ്റിയില്ലെങ്കിൽ ദോശ ഉണ്ടാക്കാമല്ലോ, അങ്ങനെയായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നിട്ടാ. അപ്പോൾ ദേ ചോറിനുള്ള കറിയോ കാര്യങ്ങളൊന്നും പ്ലാൻഡ് അല്ല. പിന്നെ ഫ്രിഡ്ജിൽ ഓൾറെഡി മീൻകറിയും അതുപോലെ തന്നെ സാമ്പാറും തലേന്നത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മീൻകറി ഞാൻ എന്തായാലും ഇനി വീട്ടിൽ വെക്കണില്ല, ശിവരാത്രിക്കല്ലേ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് വെക്കണില്ല എന്നാണ് വിചാരിക്കണത്. പിന്നെ എൻ്റെ ഡേറ്റും ആയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ശിവരാത്രി നോക്കാൻ പറ്റുമോ അറിയില്ല. അപ്പോൾ എന്തായാലും ഞാൻ മീൻകറി ഇരിക്കണത് വിൻഷാട്ടിന് ഓഫീസിലേക്ക് കൊടുത്തയക്കാമെന്ന് വിചാരിച്ചു. വീട്ടിലെന്തായാലും കഴിക്കണില്ല. അപ്പോൾ അത് ഓഫീസിലേക്ക് കൊടുത്തയക്കാൻ വേണ്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സാമ്പാർ ഇരിക്കുന്നുണ്ടായിരുന്നു. സാമ്പാർ ഞാൻ എന്താ പറയുക ദോശയ്ക്കൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ വിചാരിച്ചു ഇന്നലെയും ദോശ തന്നെയായിരുന്നു. അപ്പോൾ വിൻഷാട്ടിന് ഉപ്മാവാക്കാമെന്ന് വിചാരിച്ചു. തേജുവിന് ദോശ ഇഷ്ടമായതുകൊണ്ട് തേജുവിന് ദോശയൊക്കെ വയ്ക്കും. അപ്പോൾ വിൻഷാട്ടിന് ഉപ്മാവാക്കാമെന്ന് വിചാരിച്ച് റവ ഉപ്മാവാട്ട വെക്കാനാണ് എൻ്റെ പ്ലാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ചോറ് ചാക്സണിലേക്ക് ഇറക്കി വെച്ചു. പിന്നെ ഞാൻ ഉപ്മാവ് ഉണ്ടാക്കാനുള്ള പച്ചമുളകും കാര്യങ്ങളൊക്കെ ഇതേ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാട്ട് ചെയ്യണത്. അപ്പോൾ വിൻഷാട്ടിന് മാത്രമായിട്ടാ ഉപ്മാവ് വെക്കുന്നുള്ളൂ. അതിൻ്റെ ഇടയിൽ ഇതേ വിൻഷാട്ടിന് എനിക്ക് വന്നു. ഇപ്പോൾ 7 മണി 7:30 ആയിട്ടുണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഫോണിൽ ചാർജ് കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ചാർജ് ചെയ്യാൻ വെച്ചു കേട്ടോ. ഇവിടെ തന്നെ ചാർജ് ചെയ്യാൻ വെച്ചിട്ടാണ് ഞാൻ
വീഡിയോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിൻഷേട്ടൻ്റെ ചാർജർ വേണമെന്ന് പറഞ്ഞിട്ട് ഊരി കൊണ്ടുപോകണതായിട്ടപ്പോൾ കണ്ടത്. അങ്ങനെ ഞാൻ വേഗം വിൻഷേട്ടൻ എനിക്ക് കണ്ടപ്പോൾ തന്നെ വേഗം ഞാൻ ചായക്കുള്ള പരിപാടി നോക്കിയിട്ട് ചോറായിട്ടുണ്ട്, പിന്നെ സാമ്പാർ ചൂടാക്കി, മീൻകറി ചൂടാക്കി, അങ്ങനെ ഇപ്പോൾ കറികൾ ഏതാണ്ടൊക്കെ ഉള്ള പോലെ എനിക്ക് തോന്നിയിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഉപ്പേരി എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന്. പിന്നെ മുളക് വറുത്തതും പപ്പടം കാച്ചിയതും ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ ഓൾറെഡി. അപ്പം ഞാൻ വേഗം ഇതേ നമ്മുടെ ഉപ്മാവിനുള്ളത് അരിഞ്ഞിട്ട് വേഗം എന്തെങ്കിലും ഉപ്പേരി ഉണ്ടാക്കാൻ നോക്കട്ടെ. അപ്പോൾ പയറുരിക്കുന്നുണ്ട്, മുതിര ഇരിക്കുന്നുണ്ട്. അപ്പോൾ മുതിര കുറച്ചേ ഉള്ളൂ, അപ്പോൾ ഞാൻ മുതിരയും കുറച്ചിട്ടു, കുറച്ച് ഉണക്കപ്പയറും ഇട്ടു. അങ്ങനെ മുതിരയും പയറും മിക്സ് ആക്കിയിട്ടാണ് ഞാനിന്ന് ഉപ്പേരി വെക്കണത്. അങ്ങനെ അതൊക്കെ വേവിക്കാൻ വെച്ചു. അത് വേവിക്കാൻ വെച്ചതിന് ശേഷം ഞാനൊന്ന് അവിടെ തുടച്ച് ക്ലീൻ ആക്കിയിട്ടാ. പിന്നെ എനിക്ക് നല്ല ദാഹിക്കുന്നുണ്ടായിരുന്നു, ചായയോ വെള്ളമൊക്കെ എന്തെങ്കിലും കുടിക്കാൻ തോന്നുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും കാപ്പി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതിന്ന് കുറച്ച് കാപ്പി എടുത്തിട്ട് കുടിക്കാൻ നോക്കുന്നുണ്ട്. നല്ല ചൂടുള്ള കാരണം കൊണ്ട് തന്നെ കുറച്ചേരം ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഇതേ പാത്രത്തിൽ നിന്ന് എടുത്തിട്ട് കപ്പിലേക്ക് ഒഴിച്ച് വെച്ചു കൂട്ടാ. പിന്നെ ഞാനിതേ ഉപ്പേരിക്കുള്ള ഉപ്പേരിയല്ല, നമുക്ക് ഉപ്മാവ് ഉണ്ടാക്കണ്ട, ഉപ്മാവിനുള്ളതും കൂടിയും അവിടെ റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറേ വീഡിയോസൊന്നും ഇടയിൽ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ഉപ്മാവ് റെഡി ആയിട്ടുണ്ട്, അതേ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ആവിയിലൊന്നും ആവാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ചെറുള്ളിയും വെളുത്തുള്ളിയും അതും കൂടി നന്നാക്കണം. ഞാൻ ഉപ്പേരി കാച്ചാറ് ചെറുള്ളിയും വെളുത്തുള്ളിയും കുത്തി ചതച്ചിട്ട് മുളക് പൊടി ഇട്ടിട്ടാണ് കാച്ചി എടുക്കുക എന്നൊക്കെ പറയില്ല, അങ്ങനെയായിട്ട് ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ പരിപാടി ഇടയിൽ കൂടെ നോക്കുന്നുണ്ട്. പിന്നെന്താ പിന്നെ വിൻഷേട്ടൻ ചായ കുടിക്കാൻ വന്നു കേട്ടോ, കൂളിയൊക്കെ കഴിഞ്ഞ് ചായ കുടിക്കാൻ നോക്കണം. അപ്പോൾ ഞാൻ വേഗം പഴവും പപ്പടമൊക്കെ ഒരു പ്ലേറ്റിലാക്കി വെച്ചു. പിന്നെ വിൻഷേട്ടൻ്റെ വേഗം പ്ലേറ്റൊക്കെ എടുത്ത് വന്നിട്ട് ഉപ്മാവ് എടുക്കാൻ നോക്കുന്നുണ്ട്. ഉപ്മാവും ചായയൊക്കെ എടുത്തോണ്ട് സാമ്പാറും വിൻഷേട്ടന് നല്ല ഇഷ്ടമാട്ടാ നമ്മുടെ റവ ഉപ്മാവും സാമ്പാറും കോമ്പിനേഷൻ. അതുപോലെ തന്നെ റവ ഉപ്മാവും പപ്പടും പഴവും കോമ്പിനേഷൻ ഇഷ്ടമാണ്. അപ്പോൾ ഇതെല്ലാം ഉണ്ടായിരുന്നു, റവ ഉപ്മാവും ഉണ്ടായിരുന്നു, പപ്പടും ഉണ്ടായിരുന്നു, പഴവും ഉണ്ടായിരുന്നു, സാമ്പാറും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടിയിട്ട് എടുത്തോണ്ട് കൊണ്ടിട്ടാ വെളുത്തിട്ടുണ്ട് കേട്ടോ, വെളുത്തിട്ട് പറയും. വിളക്കുളത്തൽ കഴിഞ്ഞിട്ടുണ്ട്, അത് നമ്മുടെ വിൻഷേട്ടൻ ചെയ്തു. അതെന്താ ഉപ്പുമാവും പഴവും പപ്പടും സാമ്പാറും കാപ്പി, ശർക്കര കാപ്പി. വിൻഷേട്ടാ 50 കയ്യല്ലേ, എന്താ പറയാല്? ഭയങ്കര ഹാപ്പിനെസ് ഉണ്ട്, കാരണം ഇത്രയും നമുക്ക് സപ്പോർട്ട് ഉണ്ട് വിചാരിച്ചില്ല. പെട്ടെന്നൊരു 7-8 മാസത്തിനുള്ള 50 കയ്യായത്. നമ്മുടെ വീട് പണി കഴിഞ്ഞിട്ട് ഒരു 8 മാസം ഇത്ര സപ്പോർട്ട് ഉണ്ട് വിചാരിച്ചില്ല. കാരണം പുറത്തുനിന്നായാലും കുറേ പേര് വന്നിട്ട് ചാനലുകളിലല്ല ഇൻസ്റ്റയിലല്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ വേറെ സന്തോഷമുണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ കഴിവ് കണക്ക് തന്നെയാണ്, വേറെ കാര്യം ഉള്ള കഴിവ് തന്നെയാണ് അത് സൂര്യയുടെ. കാരണം അവളൊരു എന്താ പറയാ, വിൻഷേട്ടൻ എന്നെ കുറിച്ച് ഇത്ര പ്രതീക്ഷിച്ചിട്ടില്ല അല്ലേ? അല്ല, ഒരു ഫ്ലോയില് പോവാന്നല്ലേ വിചാരിച്ച്, പെട്ടെന്ന് 50 കയാന്ന് വിചാരിച്ചു. ആക്റ്റീവ് ആയതുകൊണ്ടാണ് ഇത്ര 50 കയായത് പെട്ടെന്ന്. കാരണം അത്ര ഇഷ്ടപ്പെടുന്നവരുണ്ട് നമ്മളെ, നമ്മുടെ ചാനലായാലും നമ്മളേനായാലും നമ്മളെവിടെ വെച്ച് കണ്ടാലും ആൾക്കാർ ഓടി വരുന്നുണ്ട് ഇപ്പോ. വിസിറ്റിന് വരെ ഇറങ്ങുമ്പോ ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട്. വിസിറ്റിന് പോയപ്പോഴും ഒരു വീട്ടിലത്തെ ഒരു പെൺകുട്ടി വന്നിട്ട് ചോദിച്ചു, ചേട്ടാ ചാതുരല്ലേ ഇവിടെ ഇൻസ്റ്റയിലല്ലേ? അതെ, അതൊക്കെ ഭയങ്കര സന്തോഷം തന്നെയാണ്. കാരണം അങ്ങനെ ഒന്നും അറിയപ്പെടുക നമ്മൾ എന്തായാലും വിചാരിച്ചിട്ടില്ല അങ്ങനെയൊന്നും. സന്തോഷമുണ്ട്, നിങ്ങളെ ഒരു സപ്പോർട്ട് കാരണമാണ് നമ്മളിവിടെ എത്തിയിട്ടാ. അത് വേറെ 7:15 ഇനി പെട്ടെന്ന് 100 കയാനുള്ള ഒരു പ്രയത്നത്തിലാണ്. ഞാനല്ല നേരില്ലാത്ത കാരണേ. വിൻഷേട്ടൻ ഈ വീഡിയോയില് വരുന്നില്ല എന്നാ പറയണത്. വിസിറ്റിന് പോകുമ്പോ ആൾക്കാരെ തിരിച്ചറിയുന്നുണ്ട്. അടുക്കളേക്ക് പോട്ടെ. തേജു ഇട്ടിട്ടില്ല കേട്ടാ. തേജു ഞാനാ വിചാരിച്ചിട്ട് തലോണം കെട്ടി പിടിച്ചിട്ട് കിടക്കുന്നു. അങ്ങനത്തെ വിൻഷേട്ടൻ്റെ ചായയോടി കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം ചടുപിടുന്ന അടുത്ത പണിയോട് നോക്കിയിട്ട് ആ ചോറ് കൊണ്ടുപോകണ്ടേ. അപ്പോൾ ചോറ് ഇതേ വാർക്കാൻ വെക്കുന്നുണ്ട്. അപ്പോൾ വിൻഷേട്ടൻ ഇതേ കഴിച്ച പാത്രവും പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ വേഗം അവിടെ നിന്ന് കഴുകി തരുന്നുണ്ട്. ഞാൻ വേഗം ചോറ് വാർക്കാൻ വെച്ചു. പിന്നെ കറി ഉപ്പേരി അതൊക്കെ ഒന്ന് സൈഡിൽ കൂടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഉപ്പേരിക്കുള്ളത് വെന്തിട്ടല്ലേ ഉണ്ടാവുള്ളൂ. ഇനി അത് വിസിലൊക്കെ കളഞ്ഞിട്ട് ഉപ്പേരിയിൽ മുളക് പൊടി വരട്ടുക അതൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ അതിനൊക്കെ ഉള്ള പരിപാടി നോക്കണ്ട. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ നടന്നിങ്ങനെ തുടക്കിയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഇങ്ങനെ ഒരു ഭ്രാന്ത് ഉണ്ട് കേട്ടോ, ഞാനിങ്ങനെ ചെയ്യണതിൻ്റെ ഒപ്പം ഇങ്ങനെ തുടക്കുക, അല്ലെങ്കിൽ അവസാനം തന്നെ
എനിക്ക് ഒരു 8ന്റെ പണി കിട്ടിയ പോലെ ആവൂട്ടാ. അങ്ങനെ ഞാൻ നമ്മുടെ പയർ മുതിരുപ്പേരി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കണത്. പയറും മുതിരയും കൂടി ഒന്നിച്ചിട്ട് ഉപ്പേരി ഉണ്ടാക്കുന്നത്. രണ്ടിലും കുറച്ചേശേ ഉള്ളൂ. അപ്പോൾ മുതിര മാത്രം എടുത്താൽ നമുക്ക് തികയില്ല, പയർ മാത്രം എടുത്താൽ നമുക്ക് തികയില്ല. അപ്പോൾ രണ്ടും കൂടി എടുത്തിട്ടാണ് ഞാൻ ഉപ്പേരി വെച്ചിട്ടാ. ഇത് വെച്ച് കഴിഞ്ഞപ്പോഴാട്ടാ ഞാനൊരു കാര്യം ചിന്തിച്ചത്, ഇനി ഇങ്ങനെയൊന്നും വെക്കാൻ പാടില്ലേന്ന്. കാരണം ചില കോമ്പിനേഷനുകൾ തമ്മിൽ ചേരില്ലല്ലോ. അപ്പോൾ നമ്മളെന്താ മോരും മുതിരയും ചേരില്ല അങ്ങനെയൊക്കെ പറയില്ലേ, മീനും വേറെന്തോ ചേരില്ല അങ്ങനെയൊക്കെ ഒരു ഇതില്ല. അപ്പം അങ്ങനെ വല്ല ചേരാത്ത വല്ല കോമ്പിനേഷൻ ആണോ എന്ന് ഞാൻ ചിന്തിച്ചു. പിന്നെ എന്തെങ്കിലും അവിടെ വെച്ചില്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ അത് ഉച്ചയ്ക്കൊക്കെ. പിന്നെ മുളക് വറുത്തത് ഉണ്ടായിരുന്നു കേട്ടോ. മുളക് വറുത്തത് നമുക്ക് ഇവിടെ എന്തൊക്കെ വിൽക്കാൻ വരില്ല ഓരോരുത്തർ. അപ്പോൾ ആ ചേച്ചിരേന്ന് വാങ്ങിയതായിരുന്നു. നല്ല ടേസ്റ്റുള്ള മുളക് ഇട്ട്, എരിവൊന്നുമില്ല, നല്ല ഉപ്പൊക്കെ ആയിട്ട്. ഞാൻ എന്നിട്ട് വിൻഷാൻ്റെ അടുത്ത് പറയും ചെയ്തു, ഈശ്വര ചേച്ചി ഒന്നും കൂടി വരാച്ച വാങ്ങാടുന്നു. നമ്മളിങ്ങനെ ചില മുളക് നമ്മൾ നോക്കാണ്ട് വാങ്ങുമ്പോൾ നല്ല എരിവുള്ള മുളക് കിട്ടാറുണ്ട്. അപ്പോൾ ഇത് എരിവൊന്നും അധികം ഇല്ല, പക്ഷെ നമുക്ക് നല്ല രസമുണ്ട് കഴിക്കാം കേട്ടോ. അങ്ങനെ പിന്നെയും ഞാനാണെങ്കിൽ ചെറിയ പാക്കറ്റാണ് വാങ്ങിയത്. ഇനി പേരുണ്ടാവില്ല എന്നൊന്നും അറിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഇനി ആ ചേച്ചി വരികയാണെങ്കിൽ വാങ്ങണം, എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതേ മീൻകറിയും ഉപ്പേരിയും മുളക് വറുത്തതൊക്കെ ആയിട്ടാണ് ഉച്ചയ്ക്ക് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ വേഗം ഇനി അടുക്കളയിൽ നമുക്ക് പണിയില്ല, ഞാനും തേജുനും കഴിക്കാറാകുമ്പോഴേക്കും ദോശ ഉണ്ടാക്കുക വേണ്ടു കേട്ടോ. അപ്പോഴേക്ക് ഞാൻ നമ്മുടെ ഗ്യാസിൻ്റെ അവിടെയും സ്ലാബും കാര്യങ്ങളൊക്കെ ഒന്നും കൂടി തുടച്ച് ഇട്ടു. പിന്നെ നമുക്ക് പാത്രങ്ങളൊക്കെ കഴുകാണ്ട് കുറച്ചൊക്കെ വിൻഷാട്ടൻ കഴുകി തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ വെച്ച ഉപ്പേരി അങ്ങനത്തെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടിയും കഴുകുന്നുണ്ട്. ഇത് കൈയോടെ കഴുകുമ്പോൾ നമുക്ക് കുറച്ച് എളുപ്പപ്പണിയാട്ടോ. ഈ പണികളുടെ ഇടയിൽ കൂടെ അത് കഴിഞ്ഞ് കിട്ടും. എല്ലാം കഴിഞ്ഞിട്ട് പാത്രം കഴുകാമെന്നും പറഞ്ഞാൽ നമുക്ക് പാത്രം കഴുകാൻ വലിയൊരു പണിയായിട്ട് തോന്നും കേട്ടോ. അങ്ങനെ വിൻഷാട്ടൻ പുറപ്പെട്ടു. വിൻഷാട്ടൻ പോകാൻ നോക്കുകയാണ്. ഇതേ ചോറൊക്കെ എടുത്തിട്ട് ഓടുന്നുണ്ട് കേട്ടോ. ഞാൻ പണിയുടെ തിരക്കിലായതുകൊണ്ട് എന്നെ വെയിറ്റ് ചെയ്യണില്ല. ആളിതേ ചോറൊക്കെ എടുത്തിട്ട് പായുണ്ട്. പക്ഷെ ഞാൻ ക്യാമറ എടുത്ത് ഞാൻ പിന്നാലെ പോയിട്ടാ. ഞാൻ പാത്രം കഴുകല്ലേ എന്ന് വിചാരിച്ചിട്ട് തോന്നുന്നു. അങ്ങനെ ഇതേ കുട്ടികളുടെ പോലെ ഇതേ ബാഗിന്റെ സിബൊക്കെ അടിച്ചിട്ട് ഇതേ തോളത്തിട്ടിട്ട് ഇതേ പോകുന്നുണ്ട് കേട്ടോ. ഇന്ന് ട്രെയിനിലല്ലാട്ടോ പോണത്, ബൈക്കിലാണ് പോണത്. മീൻസ് ബസ്സിലോ അങ്ങനെയൊക്കെ പോകണ്ടായിരിക്കുക. അതുകൊണ്ട് ഇതേ ഇപ്പുറത്തെ റൂട്ടിൽ കൂടെ ആയിട്ട് പോവുക. പട്ടാമ്പേ കൂടിയിട്ടായിരിക്കില്ല പോവുക, മറ്റേ ആറങ്ങോട്ടുകാരാന്നൊക്കെ പറയില്ലേ ആ വഴിക്കാവട്ടെ പോവുക. അങ്ങനെ ഇതേ വിൻഷേട്ടൻ പോയതിന് ശേഷം ഞാൻ വേഗം വാതിലൊക്കെ അടിച്ചിട്ട് എൻ്റെ ബാക്കി പണിയും കൂടി തീർക്കാൻ ഇറങ്ങി കേട്ടോ. കാരണം പാത്രം കഴുകൽ കഴിഞ്ഞിട്ടുള്ളൂ. നമ്മുടെ പാത്രം കഴുകുന്ന ഏരിയയും കൂടി ഒന്ന് വാഷ് ചെയ്ത് ക്ലീൻ ആക്കാണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ചെറിയ ഹാൻഡ് വാഷൊക്കെ ഒഴിച്ചിട്ട് ഞാൻ ഇപ്പോൾ ഹാൻഡ് വാഷ് ആയിട്ട് അവിടെ വാഷ് ചെയ്യാൻ യൂസ് ചെയ്യണത്. വേറെ ഒന്നല്ല, ഈ ഹാൻഡ് വാഷിൻ്റെ മണം എനിക്ക് തീരെ ഇഷ്ടമല്ല. ഒരുമാതിരി എന്തോ ഒരു വൃത്തിയായിട്ട് മണം, എനിക്ക് ഒട്ടും പിടിക്കണില്ല. അപ്പോൾ ഞാനത് ഇവിടെ കഴുകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കട്ടെ. അപ്പോൾ ചെയ്യണത് നല്ല പതയുന്നുണ്ട്. അങ്ങനെ ഇത് അവിടെയൊക്കെ കഴുകിയിട്ട് പിന്നെ കുറച്ച് പേര് ചോദിച്ചു നമ്മുടെ ഇവിടെ പാത്രം കഴുകണ സിങ്ക് സ്റ്റീലിൻ്റെ അല്ലാതെ നമ്മൾ വാർക്കില്ലേ, പണ്ടൊക്കെ കൊട്ടത്തളം എന്നൊക്കെയാണ് പറയുക ഇവിടെ നമ്മുടെ ഇവിടുത്തെ ഏരിയയിൽ. അങ്ങനെ വാർത്തിട്ടുള്ള സിങ്കാണ്, ടൈലൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് ചെയ്തേക്കണത് കേട്ടോ. മറ്റേ സ്റ്റീലിൻ്റെ സിങ്കല്ല, നമ്മുടെ ഓപ്പൺ കിച്ചൻ്റെ അവിടെയാണ് സ്റ്റീലിൻ്റെ സിങ്ക് ഉള്ളത് കേട്ടോ. അങ്ങനെ അടുക്കള ഫുള്ള് ഒതുക്കി സെറ്റാക്കിയതിന് ശേഷം ഞാൻ നേരെ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് അതേതും ക്ലാസ് ഇല്ലാത്ത ദിവസം മാത്രമേ ഞാൻ രാവിലെ മുറ്റടിക്കാറുള്ളൂ, അല്ലെങ്കിൽ വൈകിട്ടൊക്കെ അടിക്കുക. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്കെല്ലാം കൂടി രാവിലെ എത്തില്ല. അകത്തെ പണികളും എല്ലാം കൂടി കഴിയുമ്പോഴേക്കും ഏകദേശം ഒരു സമയമാവും. പിന്നെ നമുക്ക് മുറ്റടിക്കുമ്പോഴേക്കും ഭയങ്കര ക്ഷീണം തോന്നും. അപ്പോൾ ഞാൻ വൈകിട്ടായിട്ട് മുറ്റടിക്കാറുള്ളൂ. ഇന്നിപ്പോൾ എന്തായാലും 2 ദിവസമായിട്ട് തേജുവിന് ക്ലാസ് ഉണ്ടായിരുന്നില്ല. അവിടെ സ്കൂളിൽ ബോർഡ് എക്സാമും കാര്യങ്ങളൊക്കെ തുടങ്ങിയ കാരണം. സോ ഞാനിപ്പോൾ രാവിലെ അടിക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് അടുക്കളയിൽ ഒതുങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും വിൻഷാട്ടൻ നേരത്തെ പോകുമല്ലോ. അത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് വലിയ പണികളൊന്നും ഇല്ലാത്തതുകൊണ്ട് മുറ്റൊക്കെ എല്ലോട് ഞാൻ ഇപ്പോൾ രാവിലെ ആയിട്ട് അടിക്കണത്. പറയുകയാണെങ്കിൽ മുറ്റടിക്കാൻ അത്യാവശ്യം കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു ഫ്രണ്ട് ഭാഗമാണ് എനിക്ക് കൂടുതൽ മുറ്റടിക്കാനുള്ളത്. ഈ ഒരു കഷ്ണം മാത്രമാണെങ്കിൽ അധികം ഇല്ല കേട്ടോ. പക്ഷെ നമുക്ക് ആ വഴിയും കൂടി ഉള്ളതുകൊണ്ട് കുറച്ചധികം ഉണ്ട്. ഇപ്പോൾ വലിയ രീതിക്ക് മരങ്ങളൊക്കെ കുറേ വെട്ടിപ്പോയതുകൊണ്ട് നമുക്ക് അധികമൊന്നും ഇല്ല കേട്ടോ. പിന്നെ സൈഡ് ഭാഗം ഒന്നും അടിക്കാല്ലേ, കണ്ടു ഇത്ര വീതിയേ ഉള്ളൂ, ഇങ്ങനെ നീളനെയുള്ളത്. അപ്പോൾ അതൊക്കെ കുറച്ച് തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതൊക്കെ ഞങ്ങൾ വരുത്തുന്നത് തന്നെയാണ്. നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ ടിഷ്യൂ കൊണ്ട് വിളക്കിൻ്റെ എണ്ണയൊക്കെ തുടക്കിയില്ലേ, അത് ഞാൻ ഈ മുറ്റത്തിൻ്റെ ഒരു സൈഡിലേക്ക് ഇടുന്നതായിട്ട് ചെയ്യാം. മുറ്റടിക്കുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വേസ്റ്റ് ബാസ്ക്കറ്റിൽ കൊണ്ടിടുമ്പോൾ ഉറുമ്പ് നല്ല വരുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒരു സൈഡിലിടും. അപ്പോൾ ഇത് രണ്ട് സൈഡിലും നമുക്ക് ഇത്ര സ്പേസ് ഉള്ളൂ കേട്ടോ. നമുക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കുമാണ് കൂടുതൽ മുറ്റുള്ളത്, സൈഡിലേക്ക് ഇല്ല. കാരണം നമ്മുടെ പ്ലോട്ട് എന്ന് പറയുമ്പോൾ നല്ല നീളനുള്ള പ്ലോട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ മുറ്റടിക്കാനൊക്കെ ഉണ്ട്. എങ്കിലും കൂടി നമുക്ക് ടോട്ടൽ നോക്കുമ്പോൾ മുറ്റടിക്കാൻ നല്ലോണം ഉണ്ട് കേട്ടോ. അത്യാവശ്യം സമയം വേണം കേട്ടോ. ഒരു 1/2-3 മണിക്കൂറൊക്കെ ഞാൻ ചിലപ്പോൾ എടുക്കാറുണ്ട് മൊത്തത്തിൽ അടിച്ചെടുക്കാച്ച. പിന്നെ ഞാൻ കരടൊന്നും അധികം ഇല്ലെങ്കിൽ ഞാൻ ഫ്രണ്ട് ഭാഗം മാത്രം അടിക്കുള്ളൂ. ബാക്കിലേക്കൊക്കെ ഇങ്ങനെ ഇതുപോലത്തെ വലിയ ഇലകളെ വീഴും. അപ്പോൾ അതെടുത്ത് കളയേ ചെയ്യുള്ളൂ കേട്ടോ. ഓവറായിട്ട് വൃത്തികേടാവുകയാണെങ്കിലാണ് നമ്മളിങ്ങനെ മൊത്തം ഇങ്ങനെ കുറേ കരട് വരില്ല, അങ്ങനെ ചെയ്യാറുള്ളൂ. വലിയ ഇലയൊക്കെയാണെങ്കിൽ ഞാൻ അങ്ങനെ എടുത്ത് കളയും, അങ്ങനെയായിട്ട് ചെയ്യാറ്. അപ്പോൾ അതേ 9 മണിയായിട്ടുണ്ട് കേട്ടോ. ഞാനതേ മുറ്റടിച്ച് കഴിഞ്ഞ് എല്ലാം
കഴിഞ്ഞിട്ട് ഇതേ വരുമ്പോൾ അപ്പോൾ തേജപ്പം നല്ല ഉറക്കമാണ്. എനിക്ക് അകത്തേയും കൂടി ഉണ്ട് കേട്ടോ. പക്ഷെ എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിതേ ചാർജ് കുത്തിവയ്ക്കാൻ പോയിട്ടാ. ചൂലൊക്കെ എടുത്ത് വന്നിട്ട് നോക്കുമ്പോഴാണ് ചാർജ് ഭയങ്കരമായിട്ട് കുറഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ വല്ല കറണ്ട് പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചാർജ് കുത്തിവെച്ചു. അതുകൊണ്ട് തന്നെ എനിക്ക് അടിച്ചു വരണതൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം തുടയ്ക്കണത് അങ്ങനത്തെ ഒക്കെ വീഡിയോസ് എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ എനിക്ക് സത്യം പറഞ്ഞപ്പോൾ നല്ല മടിയാട്ടോ അങ്ങനത്തെ വീഡിയോസ് എടുത്ത് പോസ്റ്റ് ചെയ്യാൻ. കാരണം കുറച്ച് പേരെന്നെ കളി വെക്കുന്നുണ്ട് ഞാൻ ഇങ്ങനത്തെ, അതായത് വീട്ടിലെ നമ്മൾ ക്ലീൻ ചെയ്യണതും അടിക്കണതും തുടയ്ക്കണതൊക്കെ ഇടുമ്പോൾ. അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത്. പക്ഷെ കൂടുതൽ പേരും ഡേ ഇൻ മൈ ലൈഫ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് അറിയാം എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞ് ഇതൊക്കെ തന്നെ ആയിരിക്കും. അപ്പം ഞാൻ പണിയെടുക്കണത് കാണാൻ ഇഷ്ടമുള്ളവരാ തോന്നുന്നില്ലേ ഈ ഡേ ഇൻ മൈ ലൈഫ് ഇടൂ ഡേ ഇൻ മൈ ലൈഫ് ഇടൂ എന്ന് പറയണത്. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല കേട്ടോ. നമ്മുടെ ഈ രാവിലത്തെ ഒരു വ്ളോഗ് മാത്രമായിട്ട് ഇതുള്ളൂ. അപ്പോൾ ഇതേ ഞാൻ ഉമ്മറ ഭാഗം തുടക്കുകയാണ്. ഇപ്പോൾ ഇതേ ഇതിലേക്ക് നമ്മുടെ ഈ അലോവേരയുടെ ഇതൊക്കെ ഇതിലേക്ക് വെച്ചുകൊണ്ട്, മറ്റേത് എനിക്ക് ഒറ്റ കൈ കൊണ്ട് ഇത് ഈ പോട്ടൊക്കെ മാറ്റിയിട്ട് സുഖമായിട്ട് തുടയ്ക്കാൻ പറ്റാറുണ്ട്. ഇപ്പോൾ അലോവേര കാരണം നല്ല വെയിറ്റ് ഉണ്ട്. അതുകൊണ്ട് ഇതേ പോട്ടൊക്കെ എടുത്തിട്ട് നിലത്തേക്ക് വെച്ചിട്ടൊക്കെ തുടയ്ക്കേണ്ട അവസ്ഥയായിട്ടാണ്. പിന്നെ ഞാൻ വേഗം ഇതേ ഹോളും എല്ലോടും തുടയ്ക്കാട്ടാ. മുകളിൽ തുടയ്ക്കണില്ല, ഹോളും കിച്ചൺ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ഥലങ്ങൾ മാത്രമേ തുടയ്ക്കണുള്ളൂ. അങ്ങനെ ഇതോടുകൂടി എൻ്റെ പണികളൊക്കെ ഏകദേശം അവസാനിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വേഗം ചെന്നത് കുളിച്ചിട്ട് വേഗം തിരുമ്പാള തുണിയാട്ടാ. അതെടുത്തിട്ട് വേഗം പോവാണ്. തലേന്നത്തെ പിന്നെ ഞാൻ ഓൾറെഡി വൈകിട്ട് തന്നെ കഴുകിയിട്ടു കേട്ടോ. മേലെ കഴുകിയിട്ടുള്ളത് ചില ദിവസങ്ങളിൽ കഴുകാറില്ല, ചില ദിവസത്തെ പിറ്റേന്നാട്ട കഴിക്കാറ്. അപ്പം ഇന്നലത്തെ ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ ഇപ്പം ഞാൻ മേലെ കഴുകിയിട്ടിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കഴുകുന്നുണ്ട്. തേജപ്പനെ എനിപ്പിച്ചിട്ട് ഞാൻ എന്തായാലും ഇപ്പം കഴുകില്ല. ഇനിയിപ്പോൾ തേജുവിൻ്റെ എന്തായാലും വൈകിട്ട് കഴുകാനുള്ള പ്ലാനാണ് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ ഡ്രസ്സും വിൻഷേട്ടൻ്റെ ഇന്നലെ ഓഫീസിൽ പോകുമ്പോഴത്തെ ഷർട്ടും അതെല്ലാതും ഇതേ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം ചെന്നിട്ട് നമ്മുടെ ഫ്രിഡ്ജിൽ ദോശമാവ് ഉണ്ടല്ലോ അതൊന്ന് തണവ് വിടാൻ വേണ്ടി പുറത്തേക്ക് വെക്കുക കേട്ടോ. കാരണം അവനെ എനിപ്പിക്കുക അതൊക്കെ ചെയ്യുമ്പോഴേക്കും ഒന്ന് തണവ് വിടും. ചിലപ്പോൾ തണവ് വിട്ടില്ലെങ്കിൽ എന്താണെന്നറിയോ നന്നായിട്ട് ഇങ്ങനെ ചട്ടിയിൽ ഒട്ടിപ്പിടിക്കുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും കേട്ടോ. ഇതിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ചുക്കുവെള്ളത്തിനുള്ള വെള്ളം കെറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടാറിയിട്ട് അത് ഞാൻ രാവിലെ എൻ്റെ വഴിക്ക് തന്നെ വെച്ചോ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അത് വീഡിയോയിൽ എടുത്തിട്ടില്ലേ തോന്നുന്നു. ഇത് പണിയുടെ ഇടയിൽ ഞാൻ കൊടുന്ന് വെക്കും ചൂടാറിൻ്റെ വെള്ളം. അപ്പം ഞാൻ വേഗം തിളച്ചതിന് ശേഷം അതൊന്നും ഇങ്ങനെ തുറന്ന് വെക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു നേരം ആകുമ്പോഴേക്കും ചൂടാവും. എന്നിട്ട് അതെടുത്തിട്ട് നമ്മുടെ ജഗ്ഗിൽ ആക്കിയിട്ട് നേരെ മേശാമ്പ് കൊണ്ട് വെക്കും കേട്ടോ. പിന്നെ അതേ ഒരു സ്കിൻ കെയർ ഇട്ടോ ചെറിയ രീതിക്ക് ഒരു മോയ്സ്ചറൈസറൊക്കെ ഫേസിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൈ ഒന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുളിക്കുമ്പോൾ ബാത്റൂമും കൂടി ഒന്ന് കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആ ക്രീം ആവുമ്പോണ്ടല്ലോ നല്ല ചുട്ടുനീട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു ലിബാം ഇട്ട് കൊടുത്ത് ഒരു പൊട്ടൊക്കെ തൊട്ട് കൊടുത്തിട്ട് നേരെ അതേ കുറി തൊടാൻ വേണ്ടി നമ്മുടെ ദൈവത്തിൻ്റെ ഇടയ്ക്ക് പോവാട്ടോ. അതായത് നമ്മുടെ വിളക്ക് കൊളുത്തണേൻ്റെ അവിടേക്ക്. അപ്പോൾ വിൻഷേട്ടൻ വിളക്കൊക്കെ കൊളുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതേ ഒരു കുറി തൊടാൻ വേണ്ടിയിട്ട് അവിടെ നമ്മുടെ കളബ് നമ്മൾക്കിങ്ങനെ പാത്രത്തിൽ കിട്ടും. ചില ഇതിങ്ങനെ ഗുളികയുടെ പോലെ ഒരു വട്ടത്തിലുള്ള സാധനം ഉണ്ട് കേട്ടോ. അതും ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ. അപ്പം ഞാൻ മറ്റേത് കളബ പൊടി ഉണ്ട്, അത് ഞാനൊരു ഇങ്ങനെ ഒരു കുഞ്ഞി പാത്രത്തിലാക്കി വെക്കൂട്ടെ. തേജുവിന് എടുക്കുക എളുപ്പത്തിന്. മറ്റേതാകുമ്പോൾ മുകളിൽ വെക്കണം. അപ്പോൾ ഇത് നിലത്ത് ഇങ്ങനെ വെക്കുമ്പോൾ അവന് എടുക്കാൻ പറ്റുമോ പാത്രത്തിൽ നിന്ന്. അപ്പോൾ ഞാനത് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് ഞാനിതൊരു കുറിയൊക്കെ തൊട്ടുവിട്ടാ. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ തേജപ്പനെ വിളിക്കാൻ പോകട്ടെ. അങ്ങനെ തേജപ്പനെ വിളിക്കാൻ പോയിട്ട് എപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പോയിട്ട് ഇങ്ങനെ കിടന്ന് വിളിച്ചാലും ഞാൻ അവിടെ കിടന്ന് ഉറങ്ങാറോ പതിവ്. ഇനി അങ്ങനെ കിടന്ന് ഉറങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് അവൻ കുറച്ചു നേരം പറഞ്ഞു. ഞാൻ കുറച്ചു നേരം കഴിഞ്ഞിട്ട് എനിക്ക് അമ്മയമ്മ പൊക്കോ എന്ന് പറയുമ്പോൾ ഞാൻ പതുക്കെ എനിക്കൂട്ടെ. ഇനി അവിടെ ചിലപ്പോൾ ഞാൻ കിടന്ന് ഉറങ്ങും. അപ്പോൾ അവൻ വീണ്ടും കിടന്ന് ഉറങ്ങിയിട്ടോ. അപ്പോൾ ഞാൻ വേഗം ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ദോശ ഉണ്ടാക്കി വെച്ചിട്ട് അവനെടുത്ത് പോയിട്ട് കുളിപ്പിച്ചിട്ട് കഴിക്കാൻ കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് നേരം വൈകിയിരിക്കുന്നു, നല്ലോണം നേരം വൈകിയിട്ടുണ്ട്. 10 മണിക്ക് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ ഞാൻ നിർബന്ധിച്ച് വിളിക്കാത്ത വേറെ ഒന്നുമില്ല. തലേന്ന് കിടക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ എന്നെ രാവിലെ വിളിക്കണ്ട, ഞാൻ തന്നെ എനിക്ക് വന്നോളാം, എനിക്ക് കുറേ നേരം ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് രാത്രി കിടന്നത് തന്നെ. ദോശ ഉണ്ടാക്കണം നാളെ രാവിലേക്ക്, ചായക്ക് ദോശ മതി എന്നൊക്കെ പറഞ്ഞ് കുറേ വാഗ്ദാനങ്ങൾ എനിക്ക് തന്നിട്ടാണ് കിടന്ന് ഉറങ്ങിയേക്കണത് തന്നെ ആള്. അങ്ങനെ അതേ ദോശ ഏകദേശമായി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ട്രൈപോഡിലായിരുന്നു എടുത്തിരുന്നത്. പക്ഷേ ട്രൈപോഡിൻ്റെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഇത് ഇങ്ങനെ ഒരു പൊട്ടല്ല, ആ ഒരു ക്ലിപ്പ് തന്നെ വിടുന്നുണ്ട്. അപ്പോൾ ഞാൻ എടുക്കണതിൻ്റെ ഇടയ്ക്ക് തന്നെ വിടുകയാണ്. അപ്പോൾ എനിക്ക് ഭ്രാന്ത് വന്നപ്പോൾ ഞാനത് അവിടെ ഊരി വെച്ചിട്ട് കൈ കൊണ്ട് തന്നെ ഫോണിൽ വെച്ചാൽ കയ്യിൽ തന്നെ ഫോൺ പിടിച്ചിട്ടാണ് കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടാ. ഇടയ്ക്കിടയ്ക്ക് ട്രൈപോഡ് ഇപ്പം എന്നെ ചതിക്കുന്നുണ്ട്. പുതിയത് വാങ്ങാറായോണാവോ പൊട്ടിയിട്ടില്ലേ സംഭവം. എവിടേക്കും എന്തൊക്കെയോ ഒരു ലൂസ് ഒരു നെട്ടും ഇതിൻ്റെ ബോൾട്ടൊക്കെ ഇളകുന്നുണ്ട് ചെറുതായിട്ട്. അപ്പോൾ ഇത് ഒരു ഫസ്റ്റത്തെ ദോശ ഉണ്ടാക്കിയത് നാശമായിട്ടോ. കാരണം തണവ് വിട്ട് വരണല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു വൃത്തികേട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ അങ്ങനെ ഞാൻ നമ്മുടെ തേജപ്പനെ എനിപ്പിച്ച് ഇതേ കുളിപ്പിക്കാൻ കൊണ്ട് കയറ്റിയിട്ടുണ്ട് കേട്ടോ. ബാത്റൂമിൽ ഇരുത്തിയേക്കായിരുന്നു അവനെ. അങ്ങനെ ഇത് അവനെ കുളിപ്പിച്ചിട്ട് നമ്മളിതേ ഇറങ്ങി
ഇറങ്ങിയിട്ട. അപ്പോൾ കുട്ടി ഇതേ വീഡിയോ ഓൺ ഇട്ട വീഡിയോ അവന് ട്രൈപോഡിൽ ഫോൺ ഇരിക്കുന്നത് കണ്ട് അവനറിയാം ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് എന്ന്. അപ്പോൾ പിന്നെ അതിലേക്കൊക്കെ നോക്കിയിട്ട് ഓരോ കോപ്പറേറ്റിങ്ങളൊക്കെ കാട്ടിത്തരും. അപ്പോൾ അവനെ ഡ്രസ്സ് മാറ്റാൻ നോക്കുകയാണ് കേട്ടോ. ഇപ്പം എന്നോട് വീഡിയോ ഓണാക്കി കണ്ട ഇതാട്ട പറയാ, വീഡിയോ ഓഫ് ആക്കിയിട്ട് എന്നെ മുണ്ടു ഉരിക്കോളോട്ടെ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പാട്ട് പാടി ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് കേട്ടാ. അപ്പോൾ ഞാൻ വേഗം ഷെഡ്യൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആളടക്കി അമ്മേ വീഡിയോയിൽ ഇത് കാണുമോ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ അടുത്ത്. അപ്പോൾ എനിക്ക് ചിരി വരുന്നുണ്ട് കേട്ടോ അവൻ്റെ ഓരോ ഡയലോഗുകൾ കേട്ടിട്ട്. അപ്പോൾ ഇന്ന് ഈ പുറപ്പെടിയിക്കുമ്പോൾ ഇത്ര തുള്ളിച്ചാട്ടം എന്താണെന്ന് വെച്ചാൽ ക്ലാസ് ഇല്ല എന്ന് അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ സന്തോഷമാണ്. എന്താണ് ഇവനിങ്ങനെ പഠിക്കാൻ പോകാൻ മടിയെന്നാണ് എനിക്ക് ഡൗട്ട് കിട്ടുക. ക്ലാസ് ഇല്ല എന്ന് അങ്ങോട്ട് പറഞ്ഞാൽ എന്തത്ര സന്തോഷം ഉണ്ടാവും. എന്തൊക്കെയോ കുറേ കോപ്പറേറ്റും പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടാവും കേട്ടോ അവൻ്റെ വക. ഇങ്ങനെ പുറപ്പെടിക്കുമ്പോഴൊക്കെ ഭയങ്കര ഹാപ്പിയല്ല നിൽക്കും. സ്കൂളിൽ പോകുന്ന ടൈമാണ് എണ്ണിപ്പറക്കി അമ്മേനെ എന്നാ സ്കൂളിൽ പോയിട്ട് ഇങ്ങനെയൊക്കെ ഓരോന്ന് ചോദിച്ചു നിൽക്കും. ഇപ്പോഴത്തെ ചോദ്യം എന്താണെന്നറിയോ, എന്നാ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാന്നാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറയും ഇനി ഒരു 2 മാസം കൂടി ഉണ്ട് പറയുമ്പോൾ അവൻ വിചാരിക്കുക 2 ദിവസം ഉള്ളൂ എന്നാട്ടോ. അപ്പം പറയും ഇന്നും നാളെയില്ലേ, അത് കഴിഞ്ഞാൽ വെക്കേഷനാല്ലേ, ഇങ്ങനെ ചോദിക്കും. അപ്പോൾ 2 മാസം എന്ന് പറയുമ്പോൾ അവന് കണക്ക് കൂട്ടാൻ അറിയണില്ല. അപ്പം എന്നോട് പറയും അമ്മേ കയ്യിൽ കാട്ട്, എത്ര ദിവസമാണ് കയ്യിൽ കാട്ട് എന്ന് പറയും. അപ്പോൾ ഞാൻ പറയും കുറേ 10 ദിവസം എന്ന് പറഞ്ഞാലാണ് അവന് കുറേ ദിവസം. അവൻ ഇങ്ങനെ മാസങ്ങൾ കണക്ക് കേട്ടോ. അവൻ്റെ കണക്കിൽ അങ്ങനെയാണ് കുറേ 10 ദിവസം എന്ന് അവൻ്റെ അടുത്ത് പറയണം. അപ്പോൾ ഞാൻ പറയും കുറേ 10 ദിവസം കഴിഞ്ഞാലാണ് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ പഠിക്കാൻ പോകണ്ട, നമുക്ക് വീട്ടിലിരിക്കാന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അവൻ്റെ കണ്ണിലെന്തോ പോയിട്ടുണ്ട്, അതിപ്പോൾ വേദനിക്കുന്നുണ്ട്, എന്തൊക്കെയോ പറയുന്നുണ്ട്, കുറേ പരിഭവങ്ങളൊക്കെ ഇടയിൽ പറയുന്നുണ്ട്. അവിടെ ഇതുണ്ട് ഇവിടെ ഇതുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ അവനെ പുറപ്പിടിച്ച് കഴിഞ്ഞിട്ട് നേരെ അവനും നമ്മുടെ അമ്പാട്ടീനെ തൊഴാൻ പോവാട്ടോ തേജു. അങ്ങനെ അവനും ഞാൻ കുറിയൊക്കെ തൊട്ട് കൊടുത്തുട്ടാ. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ വോയിസ് കേൾക്കുമ്പോൾ കിളിയുടെ കരച്ചിൽ കേൾക്കാട്ടോ. അത് ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഉള്ളതാണ്. അപ്പോൾ ഏകദേശം 10:25 ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ എല്ലാ സകല പരിപാടികളും കഴിയുമ്പോൾ. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കായിരുന്നു കേട്ടോ. നമ്മുടെ ശർക്കര കാപ്പിയും ദോശയും സാമ്പാറും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും തേജു ഇതൊരു ഒറ്റ പ്ലേറ്റിലായിട്ട് എടുത്തത്. വെറുതെ എന്തിനാ 100 പ്ലേറ്റ് പരത്തിന്, ഞാൻ തന്നെ അവസാനം കഴുകണ്ടേ. അപ്പോൾ ഒറ്റ പ്ലേറ്റിൽ തന്നെ എടുത്തിട്ട് ഞാനും തേജും കൂടിയിട്ട് ചായയൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് എൻ്റെയും തേജുവിൻ്റെയും ചായ കൂടിയൊക്കെ കഴിഞ്ഞു. എൻ്റെ കഴിഞ്ഞു, തേജുവിൻ്റെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. തേജുവിൻ്റെ ഇത് വായിലിട്ട് അമക്കി ഇരിക്കുന്നുണ്ട് കണ്ടാ. ഇനി അതിങ്ങോട്ട് ഇറക്കി കിട്ടാൻ വേണം അത്യാവശ്യം നേരം അവന്. അപ്പോൾ ഞാൻ എന്തായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. വേറെ ഒന്നല്ല, ഞാൻ പറഞ്ഞില്ലേ നമുക്കിപ്പോൾ തന്നെ അത്യാവശ്യം ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഫുൾ എടുക്കാൻ നിന്നാൽ വേഗം. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് വേറെ വല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാം. ഇതിൻ്റെ ബാക്കിയൊക്കെ ആയിട്ട് വല്ല ഷോർട്സ് ആക്കിയിട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ രാവിലത്തെ ഒരു കുഞ്ഞ് വ്ളോഗാട്ടോ ഇത്, മോർണിംഗ് വ്ളോഗ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. തേജു വായോ, ഇങ്ങോട്ട് വാ, നമ്മുടെ അടുത്തേക്ക് വാ. തേജു കുറേ പേര് പറഞ്ഞിട്ട് ഹായ് പറയണൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ട് വാ ഒരു മിനിറ്റ്. ഒരു കുട്ടി കുറേ നാളായിട്ട് പറഞ്ഞുള്ള പേര് ഞാൻ പേര് നോക്കാൻ പോയതാട്ടാ. ഫൻഹ ഫാത്തിമ എന്നുള്ളൊരു ID എന്നാട്ടോ. ഹായ് പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട് തേജു ഫൻഹ ഫാത്തിമ എന്ന് പറഞ്ഞേ. വായത്തെ ഇറക്കിന്നാട്ടോ കാണിച്ചേരിന്. ഫൻഹ ഫാത്തിമ എന്ന് പറഞ്ഞേ. ഫൻഹ ഇങ്ങോട്ട് പറയും. ഫൻഹ ഫാത്തിമ. എങ്ങനെയുണ്ട് തേജുവിന്റെ കോബി ഗൈസ്? അടിപൊളി ഇഡ്ലി. ഫാത്തിമ ഇല്ല. അപ്പൊ ഫൻഹ ഫാത്തിമ ഹായ്. ഷോർട്സിൽ എന്താ പേര് പറയാത്ത വെച്ചാൽ ഷോർട്സിൽ നമ്മള് പറയുന്ന കാര്യങ്ങൾ തന്നെ പലതും നമുക്ക് പറയാൻ ആ മിനിറ്റിൻ്റെ ഉള്ളിൽ ഒതുക്കാൻ പറ്റാറില്ല. അത്രയും ടൈം ലിമിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഷോർട്സിൽ പറയാത്തത്. അപ്പോൾ ലോങ് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നു ഹായ്. പിന്നെ ലൈവൊക്കെ വരുമ്പോൾ വായോ. അപ്പോൾ നമുക്ക് എന്താ പറയുക, അപ്പോൾ ഒന്നും കൂടി ഞാൻ പറയാം. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ, ഈ വ്ളോഗോ ഷോർട്സോ ഒക്കെ ആയിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊക്കെ ചെക്ക് ചെയ്തിട്ട് വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമായിട്ടുണ്ട് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അല്ലേ. തേജുവിന് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്താ പറയണ്ടേ? തേജുവിന് ഇഷ്ടമായി. തേജു മൂഡ് ഓഫ് ആയിരിക്കുന്നു കേട്ടോ. തേജു പഴയ പോലെ ആക്റ്റീവ് ആവണില്ല അല്ലേ തേജു? തേജു ഇപ്പം എപ്പോഴും എന്നോട് ചോദിക്കുക പ്ലേ ബട്ടൺ എന്നാ വരിക അമ്മേ, പ്ലേ ബട്ടൺ എന്നാ വരിക. എന്താ ആരാ എനിക്ക് പ്ലേ ബട്ടൻ്റെ കാര്യം പറഞ്ഞെന്ന്? TV-ൽ ഇരുതാ ആരുടെ? ഇവൻ യൂട്യൂബിൽ കുറേ ഷോർട്സ് ഇതിങ്ങനെ TV-ൽ ഇങ്ങനെ വെക്കില്ലേ, ഇതിൽ കാണും കേട്ടോ. അവൻ നമ്മുടെ ചാനലിൽ ഒരു ഷോർട്സ് പോലും അവൻ കാണില്ല. അവൻ ബാക്കിയുള്ളവരുടെ എല്ലാവരുടെ ചാനലിലും ഷോർട്സും വീഡിയോസൊക്കെ ഇരുന്ന് കാണും. സൗണ്ട് വർക്ക് ഇപ്പം. അപ്പോൾ അങ്ങനെ കണ്ടിട്ട് അവൻ പ്ലേ ബട്ടണൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്ലേ ബട്ടൺ എന്നാ വരിക 50. ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ അവനോട് പറഞ്ഞു തേജു നമുക്ക് 50K സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് യൂട്യൂബിൽ പറഞ്ഞപ്പോൾ എടുത്ത വഴിക്കാനോട് ചോദിച്ചതാ പ്ലേ ബട്ടൺ വരും അപ്പം നമ്മേ. അപ്പോൾ അവൻ പ്ലേ ബട്ടൺ നോക്കിയിട്ടാണ് ഇരിക്കണത്.
അപ്പോൾ ദൈവം സഹായിച്ച് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ 50K ആയാലേ. കാരണം ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രയ്ക്ക് വെച്ചാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് പെട്ടെന്ന് 50K ആയ പോലൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. കാരണം എൻ്റെ അറിവിൽ തന്നെ കുറേ പേര് വർഷങ്ങളായിട്ട് യൂട്യൂബിൽ വീഡിയോസൊക്കെ ചെയ്തിട്ട് ഇപ്പോഴും ഇങ്ങനെ ഒന്നിലേക്കും എന്താ പറയുക നല്ല രീതിക്കൊരു ഗ്രോത്ത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കര അതിശയമായിട്ട് തോന്നിയിട്ട് ഇപ്പോൾ കുറഞ്ഞ കാലയളവിൽ എനിക്ക് എത്താൻ പറ്റി, അങ്ങനെ ഗ്രോത്ത് കിട്ടി. വലിയ ഇതിലേക്ക് എത്തിയെന്നല്ല കേട്ടോ ഞാൻ പറയണത്. എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യം പോലെ എനിക്ക് തോന്നിയിട്ടത് 50K സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ സന്തോഷം നമ്മൾ പുൻചേട്ടൻ പറഞ്ഞല്ലോ, നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ കുറച്ച് പേരൊക്കെ വന്ന് സംസാരിക്കും കേട്ടോ. കുറേ പേര് നമ്മളതിനെ ഇങ്ങനെ കാട്ടും. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളതിനെ ഇതിങ്ങനെ ഞങ്ങളതിനെ മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനെ ചൂണ്ടിക്കാട്ടി സംസാരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഞങ്ങളതിനെ തിരിച്ചറിഞ്ഞോണെങ്കിൽ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ എന്നുള്ളൊരിത്. അതുപോലെ ഇപ്പം വീട്ടുകാർക്കായാലും അതെ, പുറത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെ അവരുടെ അച്ഛനല്ലേ അമ്മയല്ലേ അങ്ങനെയൊക്കെ വന്ന് ചോദിക്കുമ്പോൾ ഒരു ഇതല്ലേ. അപ്പോൾ അങ്ങനെ ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ നല്ല അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ നല്ല സന്തോഷമുണ്ട്. അങ്ങനെ അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ വീഡിയോസ് ഒന്നും കൂടി പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്യുക. വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പറഞ്ഞോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.